അല്ല ഈ വേസ്റ്റ് പേപ്പർ അവൻ നിധി പോലെ എടുത്തുകൊണ്ട് അങ്ങ് അകത്തോട്ട് കൊണ്ടുപോയത്. ഈശ്വര, അവൾക്ക് എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? എന്റെ ചിന്നു എന്നെ സ്നേഹിച്ചിരുന്നു. അവളെ കൈവിട്ട് കളഞ്ഞത് ഞാനാണ്. എന്റെ ചിന്നു, ഇത് വെറും കടലാസല്ല, നിന്റെ മനസ്സാ. നീ പോവേണ്ടത് ഇവിടെന്നല്ല, ഈ വീട്ടിന്നാ, എന്റെ ജീവിതത്തിന്ന്. എന്നും നീ എന്റെ ശത്രുവാ ജിന്നു, കൊടും ശത്രു. ഇവൻ ആക്രി കച്ചവടം തുടങ്ങിയോ? ഇവൻ അതും ചെയ്യും. വേലക്കാരിയെ പ്രേമിക്കാൻ മാത്രം ലോ ക്ലാസ് സ്റ്റാൻഡേർഡാ അവന്റേത്. അപ്പൊ ചിലപ്പോ അവളുടെ ലെവലെത്താൻ ആക്രി കച്ചവടം തുടങ്ങും. എന്തോ ഒരു നിധി കൊണ്ടുപോകുന്ന പോലെയാണല്ലോ വേസ്റ്റ് പേപ്പർ അവൻ കൊണ്ടുപോകുന്നേ. എന്തായിരിക്കും ആ കടലാസിന്റെ ഉള്ളില്? ചെളിവെള്ളത്തിലൊക്കെ വീണ കടലാസാ. ഈ കടലാസ് എന്തിനാ ഇവൻ വീടിന്റെ അകത്തോട്ട് കൊണ്ടുപോകുന്നേ? ഇവന് വട്ടായോ? വെറുതെ അല്ല ഈ വേസ്റ്റ് പേപ്പർ അവൻ നിധി പോലെ എടുത്തുകൊണ്ട് അങ്ങ് അകത്തോട്ട് കൊണ്ടുപോയത്.
ഇതെല്ലാം ചിന്നു അവന് വേണ്ടി എഴുതിയ പ്രേമലേഖനമാ. ഐ ലവ് യു. മഹിക്ക് ഇതൊരു നിധിയായിരിക്കും, പക്ഷേ എന്റെ കയ്യിൽ കിട്ടിയ ഒരു ബോംബാ. സാധാ ബോംബല്ല, ആറ്റം ബോംബ്. ഈ ബോംബ് ഞാൻ പൊട്ടിക്കേണ്ട സ്ഥലത്ത് പൊട്ടിക്കേണ്ട രീതിയിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതോടെ ചിന്നു നീ തീർന്നു. ഈ വീട്ടില് പിന്നെ നിന്റെ പൊടി പോലും കാണില്ല. ഇവിടെ നിന്ന് നീ പോയി കഴിഞ്ഞാൽ അതോടെ എനിക്കുള്ള ഭീഷണിയും ശല്യവും എല്ലാം തീർന്നു. സോ ഇറ്റ് വിൽ ബി എ ഫൈനൽ ഗുഡ് ബൈ ഫോർ യു ചിന്നു. നിനക്കെന്നോട് ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ചിന്നു. നേരത്തെ എന്നോടൊരു സൂചന തരാമായിരുന്നില്ലേ? നിനക്കെന്നെ ഇഷ്ടമാണെന്നുള്ളതിൻ്റെ ഒരു സൂചന. അതെനിക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ അത് വെച്ച് നിനക്ക് വേണ്ടി ഞാൻ പിടിച്ചു നിൽക്കുമായിരുന്നില്ലേ? എന്റെ ചിന്നു, ഇനി ഞാൻ എന്തായാലും സമ്മതിക്കണം. എന്തിന്? ഇവിടെ ഈ വീട്ടിലുള്ളവരെക്കാൾ വലിയവളാണെന്ന് ഭാവിച്ച് നടന്ന ഒരു അടുക്കളക്കാരി പെണ്ണുണ്ടായിരുന്നില്ലേ? അവളുടെ നിലയും വിലയും സ്ഥാനവും എന്താണെന്ന് ഇന്ന് പരസ്യമായിട്ട് കാണിച്ചു കൊടുത്തു. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അത് ഓർക്കുമ്പോ തന്നെ എന്റെ ശരീരം ഇങ്ങനെ കോരിത്തരിക്ക. എനിക്കും. പിന്നെ ഇന്ന് ആന്റിയുടെ പെർഫോമൻസ് ഗംഭീരമായി. അവൾ നിന്ന് ഉരുകുമായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ കരയാതിരിക്കാൻ അവൾ ഒരുപാട് പാടുപെട്ടു. കരയണായിരുന്നു. അത്രയ്ക്ക് ഈ വീട്ടിലുള്ളവർക്ക് അവള് ദ്രോഹം ചെയ്തിട്ടുണ്ട്. അവൾ ആരൊക്കെയാണെന്ന് സ്വയം മറന്ന് അഹങ്കരിച്ചിട്ടുമുണ്ട്. അതിനുള്ള ശിക്ഷ ഇതൊന്നും പോരാ. അവൾക്കുള്ള ശിക്ഷകൾ തീർന്നു എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്?